दुश्मन के कलेजे कांप जाते हैं जब हमारे ड्रोन दुश्मन के किले की दीवारों को ढहा देते हैं, जब हमारी मिसाइलें सनसनाती हुई निशाने पर पहुंचती हैं, तो दुश्मन को सुनाई देता है भारत माता की जय। जब रात के अंधेरे में भी जब हम सूरज उगा देते हैं तो दुश्मन को दिखाई देता है भारत माता की जय। ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ആർക്കാണ് ഗുണം? ഒരു യുദ്ധം കൊണ്ട് ആർക്കും ഗുണമല്ല, രണ്ട് വിഭാഗങ്ങളും പരാജയപ്പെടുന്നു എന്നാണ് വൈപ്പ്. യുദ്ധമുണ്ടായാൽ രണ്ട് ഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടം, ആൾ നഷ്ടം ഇതെല്ലാം ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭാഗത്തും ആൾ നഷ്ടമുണ്ടായി, സാമ്പത്തിക നഷ്ടമുണ്ടായി, പാകിസ്ഥാനുമുണ്ടായി കനത്ത ആൾ നഷ്ടവും കനത്ത സാമ്പത്തിക നഷ്ടവും. പക്ഷേ പാകിസ്ഥാൻ എത്ര പേർ, എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. കണക്കുകൾ പ്രകാരം 50-ലധികം 100ഓളം പാക് സേനാ വിഭാഗങ്ങളിൽപ്പെട്ട 100ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഇന്ത്യക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാം. ഇന്ത്യയിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ ഇന്ത്യ ഇതാ പരീക്ഷിച്ച് വീണ്ടും വിജയിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ആയുധങ്ങൾ കഴിവുറ്റതാണ്, ഏത് യുദ്ധഭൂമിയിലും എടുത്തു പ്രയോഗിക്കാൻ തക്കതാണെന്ന് ഇന്ത്യ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ലോകത്തോട്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഡ്രോണുകൾ, റഡാറുകൾ, റൈഫിളുകൾ ഇതെല്ലാം ഇന്ത്യയുടെ വജ്രായുധങ്ങളാണെന്ന് തെളിഞ്ഞു. ഇതെല്ലാം മേക്ക് ഇൻ ഇന്ത്യയിൽപ്പെട്ട് നിർമ്മിച്ചവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയമായ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ നിർമ്മിച്ച ആയുധങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ, റഡാറുകൾ. 23 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാൻ്റെ ഭീകരദിനങ്ങൾ ആദ്യ ദിനം ഇന്ത്യ തകർത്തത് ഇന്ത്യൻ നിർമ്മിത അതീവ സർവനാശിയായ ആയുധങ്ങൾ കൊണ്ട്. തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളിൽ ഇന്ത്യ കനത്ത പ്രേരണമേൽപ്പിച്ചത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലടക്കം പ്രയോഗിച്ചു. അവ കൃത്യമായി ലക്ഷ്യം കാണുകയും ചെയ്തു. ചൈനയുടെയോ തുർക്കിയുടെയോ ഡ്രോണുകളെ പിന്തുടരുന്ന പ്രകടനമായിരുന്നു ഇന്ത്യൻ നിർമ്മിത നാഗാസ്ത്ര ഡ്രോണുകൾ കാഴ്ചവെച്ചത്. ഇന്ത്യൻ നാഗാസ്ത്ര ഡ്രോണുകളുടെ കന്നി യുദ്ധമായിരുന്നത്. 30 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ യാത്ര ചെയ്ത് അവർ ശത്രുലക്ഷ്യങ്ങളെ കൃത്യമായി തകർത്തെറിയുകയും ചെയ്തു. ഇന്ത്യൻ മെയ്ഡ് ചാവേർ ഡ്രോണുകൾ കൃത്യമായി തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റി. ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം. ഇന്ത്യയിലേക്ക് കടന്നു വന്ന പാക് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും മികച്ച സ്വീകരണമാണ് അതിർത്തിയിൽ ആകാശ് മിസൈലുകൾ ഒരുക്കിയിരുന്നത്. ഈ സ്വീകരണം പാക് സൈന്യത്തിനാകപ്പാടെ നാണക്കേടുണ്ടാക്കിയെന്നാണ് മറ്റൊരു കാര്യം. സൈനികരുടെ കഴിവിനൊപ്പം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കൃത്യത വളരെ നിർണായകമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ നാം വിജയിച്ചു എന്ന് പറഞ്ഞതിനൊപ്പമാണെന്ന് ഓർക്കണം. हमारी एयरफोर्स ने पाकिस्तान में इतना डीप आतंक के अड्डों को टारगेट किया, सिर्फ 20-25 मिनट के भीतर सीमा पार लक्ष्यों को भेदना, बिल्कुल पिन पॉइंटेड टारगेट्स को हिट करना, ये सिर्फ एक मॉडर्न टेक्नोलॉजी से लेस प्रोफेशनल फोर्स ही कर सकती है. आपकी स्पीड और प्रिसीजन इस लेवल की थी कि दुश्मन हक्का बक्का रह गया. उसको पता ही नहीं चला कि कब उसका सीना छलनी हो गया. പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുന്ന ചൈനീസ് ആയുധങ്ങൾക്ക് ഇന്ത്യയുടെ ഡ്രോണുകൾ മുതൽ മിസൈലുകൾ വരെ ഒന്നും നോക്കിക്കാണാനുള്ള അവസരം പോലും ഇന്ത്യൻ ആയുധങ്ങൾ നൽകിയില്ല. ഇന്ത്യ എങ്ങനെ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിച്ചു? പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചത് ഇന്ത്യയുടെ ആകാശശക്തിയുടെ, ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും കഴിവുമാണ് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നാം കണ്ടത്. ഇന്ത്യൻ ഡ്രോണുകൾ പതിവിലും മെച്ചപ്പെട്ട രീതിയിൽ യുദ്ധത്തിൽ ആധിപത്യം പുലർത്തിയെന്നതും ഇന്ത്യൻ സേന നോക്കിക്കണ്ടു. ഡ്രോണുകൾ നടത്തിയ നിരീക്ഷണം പാക് മിസൈലുകളെ കണ്ടെത്താനും തിരിച്ചടിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് ഏറെ സഹായകവുമായി.
കുറഞ്ഞ ചെലവിൽ മികച്ച ആയുധങ്ങൾ നിർമ്മിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഏറെ സഹായകമാണെന്ന് ഇന്ത്യ തിരിച്ചറിയുകയും അതിപ്പോൾ ഇതാ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്തുതന്നെയായാലും മേക്ക് ഇൻ ഓൺ കൺട്രി തന്നെയാണ് നല്ലതെന്ന് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. റഷ്യൻ സഹായത്തോടെ ഇന്ത്യൻ ജെറ്റ് നിർമ്മാണം അത് അല്പം കൂടി വേഗതയിലാക്കാനാണ് ഇനി ഇന്ത്യയുടെ തീരുമാനം. കാരണം ഇന്ത്യ നിർമ്മിക്കുന്ന തദ്ദേശീയ പോർ വിമാനങ്ങളായ തേജസ് 4ാം തലമുറ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ജെറ്റുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് കൂടുതൽ വിമാനങ്ങൾ ആകാശപാതയിലേക്ക് ഇറക്കുക. അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ആകാശത്തെ ശക്തി വീണ്ടും കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ആയുധങ്ങൾ പരേഡിനുള്ളതല്ല, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ശത്രുവിനെ പ്രതിരോധിക്കാനും വേണ്ടി വന്നാൽ ആക്രമണകാരികളെ തകർത്തെറിയാനുമുള്ളതാണെന്ന് ഇന്ത്യ ഇതാ ലോകരാജ്യങ്ങളിൽ ഒന്നുകൂടി കാട്ടിക്കൊടുത്തിരിക്കുന്നു. അതിനുള്ള വേദിയായി ഓപ്പറേഷൻ സിന്ദൂർ. ഒപ്പം പാക് നുണപ്രചരണങ്ങൾ ഒന്നിനൊന്നായി ലോകത്തിന് മുന്നിൽ തകർത്തെറിയാൻ ഇന്ത്യയുടെ സാങ്കേതിക ടീമിൻ്റെ കഴിവിനായി എന്നതും ഇന്ത്യയുടെ വിജയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്കൊരു പാഠമാണ്, ഒരു ഗുണപാഠമാണ്, ഇന്ത്യക്കൊരു അനുഭവമാണ്. ഇന്ത്യക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നതിന് ഇന്ത്യക്ക് ഏറെ പ്രചോദനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.